ഹായ് ഹലോ, ഇതൊരു വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ. ഇതിന് മുമ്പത്തെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അങ്ങനെ ഞങ്ങൾ അവിടെ തേയിലത്തോട്ടങ്ങളുടെയൊക്കെ നടുവിലൂടെ പോകുമ്പോഴുള്ള കാഴ്ചകളാണ് ഈ കാണുന്നതൊക്കെ. കുറച്ച് ദൂരം നടന്നപ്പോൾ തന്നെ മിക്കുവിനെ എടുക്കേണ്ട അവസ്ഥ വന്നു. കാരണം അങ്ങോട്ട് പോകുന്ന വഴി ഫുള്ള് ഇതുപോലുള്ള കല്ലുകളാണ്, മാത്രമല്ല ഇറക്കവും കൂടാണ്. നമ്മൾ കുറച്ച് ബാലൻസ് ചെയ്ത് നടന്നാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് വീഴാതെ പോകാൻ പറ്റുള്ളൂ. നമ്മളൊരു ബാച്ചായിട്ടാണ് യാത്ര തുടങ്ങിയത്. പക്ഷെ നമ്മുടെ കൂടെ ഉള്ളവരെല്ലാം മുമ്പേ പോകുന്നുണ്ട്. നമുക്ക് കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ട് പയ്യല്ലേ പോകാൻ പറ്റും. കൂടാരം തന്നെ പ്രൊവൈഡ് ചെയ്തൊരു ഗൈഡാണ് കേട്ടോ ഞങ്ങളുടെ കൂടെ ഉള്ളത്. ഗൈഡ് സൂപ്പറാണ് കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റില്ല. കാര്യം മുമ്പേ പോകുന്നവരെയും പുറവേ പോകുന്ന ഞങ്ങളെ കൂടി പരിഗണിച്ച് ഒരുപോലെ എല്ലാവരെയും കൺട്രോൾ ചെയ്തുകൊണ്ട് പോകാൻ അവർക്ക് പറ്റുന്നുണ്ട്. കുറച്ച് നല്ല വഴി എത്തിയപ്പോൾ മിക്കു പിന്നെ ഇറങ്ങി നടക്കാൻ തുടങ്ങി. നമ്മളീ പോകുന്ന വഴിയില്ലേ, അതിൻ്റെ ഇരുവശത്തും ഏലത്തിൻ്റെ കൃഷിയാണ് കേട്ടോ. ആകെയുള്ളൊരു വിഷമമെന്ന് വെച്ചാൽ ഈ ഇറങ്ങുന്ന ഇറക്കമെല്ലാം തിരിച്ച് കയറണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. നമ്മളീ പോകുന്ന വഴി താഴെ ഒരു ഹോസ് കണക്ട് ചെയ്തിട്ടേക്കുന്നുണ്ടോ, അത് താഴത്തെ ഒരു കിണറ്റിനകത്ത് നിന്നാണ് അത് പോയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അത് മേളിൽ വല്ല കൃഷിയുടെ ആവശ്യത്തിനും അല്ലാതെ മറ്റാവശ്യങ്ങൾക്കും ആയിരിക്കാം. മോളെ ഇക്ക കങ്കാരു ബാഗിനകത്താണ് ക്യാരി ചെയ്തിരിക്കുന്നത്. അത് എടുത്തില്ലായിരുന്നെങ്കിൽ സത്യമായിട്ട് ഞങ്ങൾ പെട്ടുപോയേനെ. അങ്ങനെ ഞങ്ങൾ സ്പോട്ടിലെത്തി ഗായ്സ്. ഇവിടെ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് വെള്ളത്തിൻ്റെ ശബ്ദം നല്ല രീതിയിൽ കേൾക്കാം. കണ്ണിന് കുളിർമയേകുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ. നമ്മുടെ കൂടെ ഉള്ളവരെല്ലാം അവിടെ താഴെ എത്തിയിട്ടുണ്ട്. മൗഫു അവരിവിടെ ഉണ്ട്, എൻ്റെ ബ്രദറിൻ്റെ ഒക്കെ കൂടെ ഉണ്ട് മൗഫു. അതോ അവിടെ നിന്നുകൊണ്ട് താഴെ നിന്നുകൊണ്ട് കൈയൊക്കെ വീശി കാണിക്കുന്നുണ്ട്. പോണ അവനെ ഇങ്ങി വിട്, അവനെ ഇങ്ങിത്താ, ഞാൻ പിടിക്കാം. പോണോ? ആ വഴിയാണ്, തിരിച്ച് ഈ വഴി വരണോ? എനിക്ക് ഇവിടെ കാത്തിരിക്കായിരുന്നു. സത്യം പറഞ്ഞാൽ നല്ല പേടിയോടാണ് കേട്ടോ മുമ്പോട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞു നമുക്ക് പോകണം, ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അധികം വെള്ളമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. വെള്ളമില്ല കേട്ടോ, ആഴമില്ല, ജസ്റ്റ് ചെറിയ ഒഴുക്കുള്ളൂ. പിന്നെ ഈ പാറ നടന്നു പോകുന്നതെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു കുഞ്ഞുങ്ങളെയും കൊണ്ട്. പാറയിലോട്ട് കാലെടുത്ത് വെക്കാൻ പോയപ്പോൾ മിക്കുവിൻ്റെ ചെരുപ്പ് അങ്ങ് വെള്ളത്തിനകത്തോട്ട് പോയി. പിന്നെ ഇക്ക അപ്പോൾ എടുക്കാൻ നോക്കി, പക്ഷേ ഞാൻ സമ്മതിച്ചില്ല. കുഞ്ഞിനെയും കൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു. ചെരുപ്പല്ലേ പോട്ടെന്ന് കരുതി. അങ്ങനെ എങ്ങനെയെങ്കിലും പാറക്കെട്ടുകളൊക്കെ താണ്ടി ഞങ്ങളിങ്ങ് താഴെ എത്തി. അപ്പോഴാണ് മിക്കുവിൻ്റെ ഒഴുകിപ്പോയി ചെരുപ്പും എടുത്തുകൊണ്ട് ഗൈഡ് വരുന്നത്. അതവിടെ പാറക്കെട്ടിൻ്റെ ഇടയ്ക്ക് സ്റ്റക്കായി കിടന്നായിരുന്നു. പിന്നെ അവർ ചെന്ന് അത് എടുത്തുകൊണ്ട് തന്നു. വലിയൊരു ഹെൽപ്പായിരുന്നു. അല്ലെ പിന്നെ ചെരുപ്പില്ലാതെ അങ്ങോട്ട് പോകുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിൻ്റെ വഴിയൊക്കെ കുറച്ച് പ്രശ്നങ്ങളാണല്ലോ. അപ്പോൾ ചെരുപ്പില്ലാതെ പോകുക എന്നുള്ളത് വലിയ റിസ്ക്കാണ്. എന്തായാലും ചെരുപ്പ് കിട്ടിയപ്പോൾ അതൊരു ഉപകാരമായി. ഇക്കായും മക്കളും മുമ്പോട്ട് പോയപ്പോൾ മോക്കും അവരുടെ കൂടെ പോകണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരയുമായിരുന്നു. അതാണ്ട് ഈ കാണുന്ന സ്ഥലം ഉണ്ടല്ലോ, ഈ വെള്ളം വന്ന് വീഴുന്ന സ്ഥലം, അവിടെ നല്ല ആഴം ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. ഞാനിവിടെ നിന്നുകൊണ്ട് പേടി കാരണം അവരോട് ഇങ്ങനെ തിരിച്ചു വരാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ തിരിച്ചു പോകുന്ന കാര്യമായിരുന്നു. ഈ ഇറങ്ങിയ ഇറക്കമെല്ലാം തിരിച്ച് കയറണ്ടേ, അതാലോചിച്ചപ്പോൾ തന്നെ തിരിച്ച് പോകണ്ടെന്നുള്ളൊരു തോന്നലായിരുന്നു. പിന്നെന്തായാലും പോയല്ലേ പറ്റൂ. ഞങ്ങളുടെ ഇരുത്തം കണ്ടോണ്ടാണോ എന്നറിഞ്ഞില്ല, നമ്മുടെ ഗൈഡ് പറഞ്ഞു അങ്ങോട്ട് പോകുന്ന വഴിയിൽ ഒരു കുറുക്ക് വഴിയുണ്ട്, നമ്മൾ പോയ കുറച്ച് ഭാഗം കയറിയിട്ട് പിന്നെ വേറൊരു വഴി തിരിഞ്ഞ് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു സമാധാനത്തിന് ഞങ്ങൾ നടക്കാൻ തുടങ്ങി. ഇക്ക കയറ്റം കയറി വന്നപ്പോഴത്തേക്ക് കങ്കാരു ബാങ്കിൻ്റെ വള്ളിയെല്ലാം അയഞ്ഞിട്ടിങ്ങനെ താന്നിങ്ങനെ വന്നു. പിന്നെ ഞാൻ പിടിച്ചെല്ലാം കറക്റ്റാക്കി ഇട്ട് കൊടുത്തു. എല്ലാവരും കയറ്റം കയറി കുഴഞ്ഞു കേട്ടോ. കയറി വന്നപ്പോൾ നമ്മുടെ ഫ്രണ്ട് അതാ കയറാൻ വയ്യ എന്നിട്ട് വടിയൊക്കെ കുത്തിപ്പിടിച്ച് നടക്കുന്നുണ്ട്.
ഗൈഡ് എളുപ്പം പോകാനുള്ള വഴി പറഞ്ഞു തന്നൊരു സമാധാനിച്ച് വന്നതാണെങ്കിലും ഈ പറഞ്ഞു തന്ന വഴി അപാര കയറ്റമായി പോയിട്ടോ. മറ്റേ വഴിയെക്കാട്ടി എനിക്ക് തോന്നി ഇത് കയറ്റം ഇച്ചിരി കൂടുതലായിരുന്നെന്ന്. അവസാനം കുഴഞ്ഞ് എല്ലാവരും ടെൻറ്റിൽ എത്തിച്ചേർന്നു. പിന്നെ എല്ലാവരും ഫ്രഷ് ആയിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അതിനുശേഷം കൂടാരത്തോട് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. പാർക്കിംഗ് ഏരിയ വന്നിട്ട് എല്ലാവരും ബൈനോക്കുലർ എടുത്ത് വെച്ചിട്ട് തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ നോക്കുന്നുണ്ട്. എന്താണ് അവർ നോക്കുന്നതെന്ന് അറിയില്ല കേട്ടോ. പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ കാണുന്നത് യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്. സൈനിങ് ഔട്ട്, മേ ദിസ് ഹെവൻ. ബൈ ബൈ.